ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് 3 തരത്തിലുള്ള അഭിഷേകങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ? നമുക്ക് വിശുദ്ധ ബൈബിൾ നോക്കുമ്പോൾ നമ്മൾ ദാവീദിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ സാമുവേൽ പ്രവാചകൻ വഴി ദൈവം തിരഞ്ഞെടുക്കുന്ന ഒന്നാമത്തെ ഒരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകം കിട്ടിയതിന് ശേഷവും ശരിക്കും ദാവീദ് തിരിച്ച് ആട്ടിടയനായിട്ട് തന്നെ ജീവിക്കുകയാണ്. രണ്ടാമത്തൊരു അഭിഷേകമുണ്ട്. അതായത് യൂദായുടെ രാജാവായിട്ട് അവൻ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ അവൻ ആരുടെ അധീനതയിലാണ്? അവൻ സാവൂളിൻ്റെ അധീനതയിലാണ്. അധികാരമുണ്ട്, ട്രാൻസിഷൻ ഫേസ് ആണത്. പക്ഷേ അവന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? രണ്ടാമത്തെ അധികാരം. മൂന്നാമതൊരു അധികാരമുണ്ട്. എന്നറിയാവോ? ഒരു 7.5 വർഷക്കാലങ്ങൾക്ക് ശേഷം ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് വാഴിക്കുന്നുണ്ട്. അതായത് ദ ഡൊമീനിയനാണ്, അത് പവർഫുള്ളായിട്ട് മാറുന്ന ഒരു അധികാരമുണ്ട്. അതായത് അനുസരിക്കുന്ന, നിങ്ങൾ പറയുമ്പോൾ അനുസരിക്കുന്ന ഒരു അധികാരമുണ്ട്. അതിന് കിങ്ലി അനോയിൻറ്റിങ് എന്ന് നമ്മൾ പറയും. ഇങ്ങനെ 3 അനോയിൻറ്റിങ് ആണ് നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. അത് വിജയത്തിൻ്റെ അനോയിൻറ്റിങ് ആണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെയും നിങ്ങളെയൊക്കെ നമ്മളെല്ലാവരും ഒരുക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഒന്നാമത്തത് ഈ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. രണ്ടാമത്തത് ഒരു ട്രാൻസിഷനാണ്, അനോയിൻറ്റിങ്ങിൽ വളരാനുള്ളൊരു ട്രാൻസിഷൻ. മൂന്നാമത്തത് അധികാരം തന്ന് വിജയിപ്പിക്കുന്ന ഒരു അധികാരമാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.